എല്ലാരും ഡ്രസ് കൊടുക്കും, നമ്മള് മാത്രം ഡ്രസ് എടുത്തിട്ടില്ല. ഞാനോട് പറഞ്ഞില്ലേ പൊന്നെ എപ്പാക്ക് പണിയില്ലാത്താണ് വലിയൊരുനാക്ക് എടുത്തല്ലേന്ന്. പൈസ അയച്ചോക്കി ആരോടോ ചോദിച്ചു, എല്ലാരും ബുദ്ധിമുട്ടിലാണ്. എങ്ങനെയെങ്കിലും ഡ്രസ് എടുത്താട്ടി ഒന്ന് പോയോക്കട്ടെ അങ്ങാടിക്ക് വന്ന് പല ചങ്ങായിമാർ ആരോടെങ്കിലും ചോദിച്ചോക്കട്ടെ കേട്ടാ. ഇല്ലെങ്കിൽ നമുക്ക് വലിയൊരുനാക്ക് എടുക്കട്ടാ. എങ്ങനെയെങ്കിലും എടുത്താട്ടി നോക്കട്ടെ എന്നാലും ഇപ്പൊ ഒന്ന് പോയോക്കട്ടെ. മീരല്ലേ? ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. ആയിക്കോട്ടെ, ഞാൻ വരി. മീറേ, ഞാൻ എന്നൊന്ന് കാണാച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ. എടാ എൻ്റെ അടുത്ത് പൈസ എന്തെങ്കിലും ഉണ്ടാവൂടാ തിരുമറി ചെയ്യാൻ. കുട്ടികൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. കുട്ടികളാണ് ഇങ്ങനെ ഭയങ്കര ചോദ്യം. ഞാൻ എടുക്കണ്ടെന്ന് വിചാരിച്ചേന്. എന്തെങ്കിലും ഉണ്ടാവും എൻ്റെ അടുത്ത്? എന്താ കാട്ടണ്ട, ഇന്ത്യ അവസ്ഥ അതാണ്. ഞാനും കുട്ടികൾക്ക് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇപ്പൊ റമദാനിലെ ഓട്ടം എനിക്കറിയില്ല. ഞാൻ രാവിലെ വരും സ്റ്റാൻഡിക്ക് 10 100 എന്തെങ്കിലും വൈകുന്നേരത്തിന് പറക്കാനുള്ളതായിട്ട് ഞാൻ പോവുകയും ചെയ്യും. ഒരു ഓട്ടവും ഇല്ല. തൽക്കാലം ജിന്റെ അടുത്ത് 2 ദിവസമായിട്ടുള്ള കായാണ് ഇപ്പത്. ഡ്രസ് എടുക്കാനൊന്നും തയ്യില്ല. ആയിക്കോട്ടെ, ഞാൻ പെരുന്നാൾ എപ്പോ തന്നാലും വേണ്ടി കേട്ടാ. ആയിക്കോട്ടെ. എന്റെ അടുത്ത് ഇല്ലാതായിപ്പോ ഉണ്ടെങ്കിൽ കൊടുക്കായിരുന്നു. ഈ അസ്കറിന്റെ വീട് ഏതാ? നമ്മളെ മറ്റേ പടവിനൊക്കെ പോണ്ടേ? ഇവിടെ നേരെ താഴത്തേക്ക് പോയിട്ടേ അവിടെ ഒരു ഒടിവുണ്ട്. ആ ഒടിവ് കഴിഞ്ഞ 3ാമത്തെ വീട്. വലത്തെ ഭാഗത്തേക്കാ? ഓക്കെ ഓക്കെ ഓക്കെ, 3ാമത്തെ വീട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇതാണ് മോളെ ഇന്ന് ഇവിടെ തന്നെ അസ്കറാക്കാനെ വരലത്. മൂപ്പര് ഉണ്ടാ? ഒന്ന് വിളിച്ചാണേ. കാക്ക വിളിച്ചിണ്ടേ. ആരടി? അറിയില്ല. വലൈക്കും അസ്സലാം. ഇങ്ങോട്ട് പോരി. നിങ്ങളെ സ്നേഹിതല്ലേ അലി? അലിയോ? ദുബായിന്നേ. ഞാൻ ഓരോ ഒരുമിച്ച ജോലി. അലി അല്ല, നമ്മളെ ചങ്കാണ്. ശരി. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴേ എന്റെ അടുത്ത് സാധനം കൊടുത്തേക്ക് തരാൻ പറഞ്ഞാണ്ട്. സാധനം കൊടുത്തേക്ക? പിന്നെ പെരുന്നാളൊക്കെ അല്ലേ, കുറച്ച് പൈസ തന്നിട്ടുണ്ട്. തന്നെ അതല്ല, ഞാൻ ഇപ്പൊ ഇന്നലെയും കൂടി അവനോട് ചാറ്റ് ചെയ്താണല്ലോ. അപ്പൊ ഇത് കൊടുത്തേക്കുന്ന കാര്യം പറഞ്ഞില്ല. ഇല്ലേ, അത് എനിക്കറിയില്ല. ഞാൻ പിന്നെ ഇന്നത് ഏൽപ്പിച്ചപ്പോഴാണ് ഞാൻ 2 ദിവസം വന്നിട്ട്. അപ്പൊ ഞാനിത് പൈസ തന്നല്ലോ. തന്നെ കുട്ടികളോടെ? കുട്ടികളുണ്ട്. മക്കളോടെ എന്താണ്? പെരുന്നാൾ പൈസ പോകാൻ കൊടുത്താട്ടാ, ചെറിയ കുട്ടി കൊടുത്താട്ടാ. ഞങ്ങൾ പോട്ടെന്നാല്. നോലും പറഞ്ഞിട്ട് പോയേനെ. അല്ലെങ്കിൽ ഇപ്പൊ പെരീക്ക് എത്തും, നേരണ്ടല്ലോ. പോട്ടാ, എന്നായിക്കോട്ടെ. ഇൻഷാ അല്ലാഹ്. വലിയ കിട്ടിയത് വലിയൊരു ഉപകാരമായി. ഞാൻ അത്രയും കുടുങ്ങി നിൽക്കേനെ. സന്തോഷം. വലൈക്കും അസ്സലാം. ഭർത്താനത്തിനൊരു സലാം അടക്കം മറന്നു. ഡ്രസ്സാണല്ലേ? സന്തോഷായില്ലേ? നമ്മുടെ സ്പ്രേ കുപ്പി ഒക്കെ ഉണ്ടല്ലേ? ഇജെന്താ കൊറേ സാധനങ്ങൾ, കുട്ടികൾക്ക് ഡ്രസ്സ്, പൈസ ഇതെല്ലാം കൂടി കൊടുത്തയച്ചേക്കണല്ലോ. ഞാൻ ഇന്നലെയും കൂടി അന്നേരം ചാറ്റ് ചെയ്തല്ലേ, ഇജ ഒന്നും പറഞ്ഞില്ല. നാട്ടിലെ അവസ്ഥകളൊക്കെ എനിക്ക് അറിയണതല്ല പൊന്നാറാസ്കറെ. പിന്നെ എൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എൻ്റെ സുഹൃത്തുന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? പിന്നെ ഞാൻ എന്ത് പ്രവാസിയാ? വളരെ സന്തോഷായി. ഞാൻ അത്രയും ബുദ്ധിമുട്ടായി നിൽക്കേനെ. ഇത് ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നമ്മൾ തമ്മിൽ പിന്നെ നന്ദിയും കടപ്പാടിനൊക്കെ വർത്താനം പറയേണ്ട ആവശ്യമുണ്ടോ പൊന്നാറാസ്കറെ? ഏതായാലും ഇപ്പം ഞാൻ അയച്ച സാധനം ഇപ്പം എനിക്ക് കിട്ടിയില്ലേ? ഏതായാലും പെരുന്നാളൊക്കെ അല്ലേ, ഇജ്ജ് അടിച്ച് പൊളിക്കാൻ. ഏതായാലും ഇച്ചിപ്പോൾ ഏതായാലും ഇപ്പോൾ ഈ പെരുന്നാളിന് നാട്ടിലേക്ക് എന്തായാലും വരാൻ പറ്റൂല. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വലിയർനാക്കൊക്കെ വരാൻ പറ്റുമോ നോക്കട്ടെ. ഏതായാലും ഇജ്ജ് അടിച്ച് പൊളിക്കാൻ. ഓക്കെ, ആയിക്കോട്ടെ. എന്നാൽ വെക്കട്ടെ. വലൈക്കും അസ്സലാം.